കേരളത്തിലെ നദികൾ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികളുടെ എണ്ണം 44. എന്നാൽ ഇവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 എണ്ണം: പാമ്പാർ, കബനി, ഭവാനി. 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള പുഴയെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. നീളം 244 കിലോമീറ്റർ, 151 മൈൽ. രണ്ടാമതായി നീളം കൂടിയത് ഭാരതപ്പുഴ, 209 കിലോമീറ്റർ, 129 മൈൽ. പമ്പ 176 കിലോമീറ്റർ, 109 മൈൽ. നാലാമതായി ചാലിയാർ, 169 കിലോമീറ്ററും 105 മൈൽ. ചാലക്കുടിപ്പുഴ 145.5 കിലോമീറ്റർ, മൈലിൽ 90 മൈൽ. ഇവയാണ് പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കുറച്ചുകൂടി നദികൾ പഠിച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നമുക്ക് അത്യാവശ്യം വേണ്ട പോയിന്റുകൾ പറഞ്ഞു പോകാം. ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ ഉത്ഭവിക്കുന്നത് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ പരാമർശിച്ചിരിക്കുന്നത് ചൂർണി എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം. പെരിയാർ 244 കിലോമീറ്ററും മഞ്ചേശ്വരം 16 കിലോമീറ്ററും. കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നിവയിൽ ഏറ്റവും വലിയ നദി കബനിയും ഏറ്റവും ചെറിയ നദി പാമ്പാർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് 19 കിലോമീറ്റർ മാത്രമുള്ള രാമപുരം നദി. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ. ജീവരേഖ, രേഖ പെരിയാർ. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. പേരാർ, ശോകനാശിനിപ്പുഴ, നിള, പൊന്നാനിപ്പുഴ, കേരളത്തിൻ്റെ നൈൽ എന്നൊക്കെ അറിയുന്നത് ഭാരതപ്പുഴ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ. കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പ. അപ്പോൾ ഞാൻ ക്രോഡീകരിച്ച് ഒന്നുകൂടി പറയാം. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ, കേരളത്തിൻ്റെ നൈൽ ഭാരതപ്പുഴ, കേരളത്തിലെ ഗംഗ പമ്പ. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് തലയാർ എന്ന് അറിയപ്പെട്ടിരുന്ന നദി. തുടക്കത്തിൽ തലയാർ എന്ന് അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ. കേരളത്തിൽ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. എന്നാൽ ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല. പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരിമല, സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല. പെരിയാർ ശിവഗിരിമല, ഭാരതപ്പുഴ ആനമല. പമ്പ നദി. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയായ പമ്പയുടെ നീളം 176 കിലോമീറ്റർ. പമ്പ ഉത്ഭവിക്കുന്നത് പുളച്ചിമല. പമ്പ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കിയിലുള്ള പുളച്ചിമല. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്.
കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ചാലിയാർ. ചാലിയാർ 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന്, വയനാടാണ്. പമ്പാ നദിയുടെ ഉത്ഭവം പുളച്ചിമല, ഇടുക്കി. ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരിക്കുന്ന്, വയനാട്. അപ്പോൾ ഈ 4 നദിയുടെയും ഉത്ഭവം ഞാൻ ഒന്നുകൂടി പറയുകയാണ്. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഹ്യപർവ്വതത്തിലെ ശിവഗിരിമല. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളച്ചിമല, ഇടുക്കി. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരിക്കുന്ന്, വയനാട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും നദികളാണ് ഡിസ്കസ് ചെയ്യുന്നത്.